ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്തെറ്റിക് മാസൻറി. ഓൾറെഡി ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ഏതൊക്കെ മോഡൽസാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഇത് നെക്സ്റ്റ് ഒരു മോഡലാണ്. എനിക്ക് കുറച്ച് ഇതിനെ റൂബി സ്റ്റോൺ എന്ന് അങ്ങനെ എന്തോ ആണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര ഒരു നിനക്ക് സാധനങ്ങളൊക്കെ അറിയാം, പക്ഷെ അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്നിരുന്നപ്പോൾ ഇങ്ങനൊരു ഐഡിയ തോന്നി, അങ്ങനെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് വരുന്നത് നമ്മളൊരു എൻ്റെ കയ്യിൽ ഈ ബീഡില്ലായിരുന്നു, അതിൻ്റെ ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഹാങ്ങിങ്സ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ബീഡ് എടുത്തു. കാരണം 4 ഹാങ്ങിങ്സ് കൊണ്ട് ഉപയോഗമില്ല, അങ്ങനത്തെ ഒരു കൈൻഡാണ്. അതുകൊണ്ട് അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോൺ ചെയിൻ എന്ന് പറയുന്നത്, നിങ്ങൾ കൊച്ചു കടകളിലാണ് പോകണമെങ്കിൽ അവിടെ വളരെ വില കുറച്ചായിരിക്കും ഈ സാധനം കിട്ടുന്നത്. 15 രൂപ മുതൽ 25 രൂപ വരെ ഇതിൻ്റെ റേറ്റ് വരും. ചിലയിടത്ത് 30 വാങ്ങുമെന്ന് തോന്നുന്നു. കുറച്ച് വലിയ കടകളാണെങ്കിൽ അവിടെ കുറച്ച് റേറ്റ് കൂട്ടി വാങ്ങും. ഇനി ഹോൾസെയിൽ കടകളിലാണെങ്കിൽ അവിടെ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർ സ്ഥലങ്ങൾ തപ്പിപ്പിടിക്കും പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അത് വാങ്ങുക. ഇതേപോലെ ചുറ്റും ഒട്ടിച്ചെടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പതിച്ചല്ല ഒട്ടിക്കുന്നത്. ബീഡിൻ്റെ ഏറ്റവും ടോപ്പിൽ റൗണ്ടായിട്ട് വരത്തക്ക രീതിക്കാണ് ഞാൻ ഈ ഒരു സ്റ്റോണ് ഒട്ടിച്ച് കൊടുക്കുന്നത്, സ്റ്റോൺ ചെയിന്. ഇനി ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് വേറെ ഒന്നിൻ്റെ സഹായം ഇല്ലാതെ നമ്മുടെ ഗിയർ വയറിൽ കൂടെ കോർത്തെടുക്കാൻ കണക്കിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു എക്സ്റ്റൻഷൻ ചെയിന് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് കുറച്ചൊന്ന്, അതായത് കഴുത്തൊട്ടിക്കിടക്കത്തക്ക രീതിക്ക് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ചോക്കറായിട്ട് വേണ്ട, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ മുന്നേയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ ആണ് കാണണമെങ്കിലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഏറ്റവും അറ്റത്ത് ഒരു ഗിയർ ലോക്കും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന കൊളുത്തും ഇടുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം. എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ പേര് അറിഞ്ഞൂടായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത്, അത് സ്കാൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ക്യാമറ പോലത്തെ. അതിൽ കൊടുത്ത് ആ ഇമേജ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര്, അത് എവിടെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുമോ എന്നുള്ളത്, ഓൺലൈൻ പർപ്പസിൽ അങ്ങനെ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഗിയർ ലോക്ക് ഇടുന്നു, ടൈറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആസ് യുവർ വിഷാണ്. ഒരു പ്രോഡക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഐഡിയ ആണ്. ഇതിലോട്ട് ഞാൻ ബീഡ്സ് എല്ലാം കൂടെ കൊടുത്തിട്ട് ഇങ്ങനൊരു മോഡൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇല്ല എങ്കിൽ അകറ്റി ബീഡിട്ടിട്ട് ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് വേറൊരു മോഡൽ എടുക്കാം. അപ്പോൾ ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക്. ഈ ലുക്കെല്ലാം ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് അതെങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ തിരിച്ചും മറിച്ചും കളിക്കുന്നത് നോക്കണ്ട. ആ ഗിയർ ലോക്ക് ഇട്ടത് ടൈറ്റ് ആയിപ്പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കുക. ഇനി നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോണ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. 4 രൂപ 5 രൂപയാണ് ഓരോ കടയിൽ വരുന്നത്. അപ്പം ഞാൻ ആദ്യം വേറൊരു മോഡലാണ് ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് ചെയ്തു വന്നപ്പോൾ ഇത് കുറച്ചും കൂടെ മനസ്സിൽ കൊളുത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതെടുക്കുന്നുണ്ട്, അതായത് ഒരു സ്റ്റോൺ എടുക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്ത ഹാങ്ങിങ്സ് ആണ്. അതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ ഇത് ഉൾപ്പെടുത്താം, എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നത് എന്ന്. ഇനി നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് സെമി ഡ്രൈ ആകുമ്പം നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കട്ടിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ ഹോൾ ഇടുമ്പോഴോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് അത്രയും ടൈം വെച്ചിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തു. ഈ B700 ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. കമ്പാരിറ്റീവ്ലി മറ്റ് പശകളെക്കാട്ടിലും പെട്ടെന്ന് ഉണങ്ങും. B700 ആകുമ്പോൾ B600 ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഓരോ ടിപ്സ് എവിടെ കിട്ടും എന്നൊക്കെ ഓരോ വീഡിയോസിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മളെല്ലാം ഇട്ട്, അതായത് ഇതിൽ ഞാൻ വേറെ പണിയൊന്നും ചെയ്യുന്നില്ല. ആ ലോക്കറ്റ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻഡിൽ ചെയിനും ഗിയർ ലോക്കും ഇട്ട് ടൈറ്റ് ചെയ്യുന്നു. ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ച് വിപുലീകരിക്കുക, അല്ലെങ്കിൽ മറ്റേ ഈ ഇറുക്കി വെക്കാൻ പറ്റുന്ന ചെയിനുകളൊക്കെയാണ് നിങ്ങൾക്ക് ഇടാൻ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാലകൾ. ഇത് ഫൈനൽ പാർട്ട് 3 ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 2 ഇതിൻ്റെ മേക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് എവിടെ നിന്ന് കിട്ടും, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണോ ഉണ്ടാക്കി കാണിച്ച് തരേണ്ടത് അത് കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡോണ്ട് ഫർഗറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ ചാനലിൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ മേക്കിംഗ് വീഡിയോസിൻ്റെതുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, വീണ്ടും കാണാം.